ടേസ്റ്റുള്ള ഒരു ചിക്കൻ കറി കേട്ടോ. എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും, നല്ല ഒരു ടേസ്റ്റുമാണ് കേട്ടോ ഗ്രേവിയൊക്കെ ആയിട്ട്. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് കുക്കറിൽ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ചിക്കൻ കറിയുടെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതിന് വേണ്ടിയ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നമുക്ക് ഇതിന് കുറച്ച് തക്കാളി വേണം കേട്ടോ. തക്കാളി, ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചെടുത്തത്, പിന്നെ പച്ചയിലേക്ക് നമ്മുടെ സ്വന്തം ഓയിൽ മില്ലിൻ്റെ വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തേക്കുന്നത്. നമ്മളെല്ലാ കറിക്കും വെളിച്ചെണ്ണ മാത്രമേ നമ്മൾ യൂസ് ചെയ്യുള്ളൂ കേട്ടോ. പിന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ച് സ്പൈസസ് ആഡ് ചെയ്യണം കേട്ടോ. ഒരു കുറച്ച് പെരിഞ്ജീരകം, ഒന്ന് ഫ്രൈ ആയി വരുമ്പോഴത്തേക്കും ഇതിലേക്ക് നമ്മൾ ഉള്ളി ഒന്ന് ജസ്റ്റ് ഒന്ന് നമുക്കിങ്ങനെ ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. കുറച്ച് ഉപ്പ് ഇപ്പോഴേ ഉള്ളി കുറച്ച് നന്നായിട്ട് ഇച്ചിരി ചുമന്ന കളറിൽ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളിയുടെ ചതച്ചത്, പച്ചമുളക് ഇട്ട് നന്നാക്കി തക്കാളി ഉള്ളിയൊക്കെ നന്നായിട്ട് വഴണ്ട് കിട്ടിയിട്ടുണ്ട്. ഇപ്പം നമുക്ക് മസാല ഒക്കെ ആഡ് ചെയ്യാം. ഇപ്പം ഞാൻ കുറച്ച് മുളക് പൊടി ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് എത്ര എരിവ് വേണോ അത്രയ്ക്കനുസരിച്ച് മുളക് പൊടി ഇടാം കേട്ടോ. നെക്സ്റ്റ് നമ്മൾ കുറച്ച് മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. കുറച്ച് ഗരം മസാലയും കൂടെ നമ്മൾ, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി. ഇത് നമ്മുടെ മില്ലിൽ തന്നെ പൊടിച്ചെടുത്ത നല്ല നാടൻ മഞ്ഞളാട്ടോ. ഈ പൊടി വർഗ്ഗങ്ങളെല്ലാം ഞങ്ങളുടെ ഫ്ലോർ മില്ലിൽ തന്നെ ഞങ്ങൾ പൊടിച്ചെടുത്തതാണ് കേട്ടോ. പിന്നെ കുറച്ച് പെപ്പർ പൊടി. നന്നായിട്ട് നമുക്ക് ഈ പൊടിയൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. പൊടിയുടെ പച്ച മണമൊക്കെ പോകുന്നവരെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ഇങ്ങനെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഇതിലേക്ക് ചിക്കനാണ് കേട്ടോ ആഡ് ചെയ്യുന്നത്. ഞാൻ കഴുകി വെള്ളം പോകാൻ വേണ്ടിയിട്ട് ഒരു വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിലേക്ക് നമ്മൾ ചിക്കൻ ചേർത്ത് കൊടുക്കുക. നമുക്കിനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്യാം കേട്ടോ. ചാറ് കൂടുതൽ വേണമെങ്കിൽ കുറച്ചും കൂടെ കൂടുതൽ വെള്ളം ഒഴിക്കാം. കുറച്ച് മതി എന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിക്കാം. ഇപ്പം പാകത്തിന് ഉപ്പൊക്കെ ഉണ്ടോ നോക്കണം കേട്ടോ. നമുക്ക് ഇത് ജസ്റ്റ് അപ്പോൾ നമ്മുടെ ചിക്കൻ കറി ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ള ഒരു ചിക്കൻ കറി കേട്ടോ. എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും, നല്ല ഒരു ടേസ്റ്റുമാണ് കേട്ടോ ഗ്രേവിയൊക്കെ ആയിട്ട്. ഒരു കുറച്ച് നമുക്ക് അവസാനം ഒന്ന് കയ്യിൽ കുറച്ചെടുത്തിട്ട് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. നമ്മുടെ ചിക്കൻ അപ്പം ഇത്രയേ ഉള്ളൂ. നല്ല ഒരു വറുത്ത ചിക്കൻ കറിയുടെ ഒരു ടേസ്റ്റുമാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഇതൊന്ന് ട്രൈ ചെയ്യണം. അപ്പം ചാനൽ ആർക്കെങ്കിലും ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.